ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ അവിടുത്തെ പള്ളിയിലത്തെ പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ അമ്പ് പെരുന്നാളൊക്കെ ഇതിലെ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. ദയവ് ഇത് ക്ഷമിക്കുക. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിൽ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു 16,000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോയിട്ടുണ്ട്. ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് മനഃപൂർവ്വം എടുത്തതല്ല, എൻ്റെ ഒരു പ്രൊജക്റ്റ് നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റഷായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ട ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫറിൽ തന്നെ ഒരുപാട് ആൾക്കാർ വർക്കിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വർക്കൊക്കെ കഴിച്ച് കൊടുക്കാൻ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു ടൈം പീരീഡ് വേണ്ടി വന്നു. അതിൽ നിന്ന് ഒരുപാട് നല്ല വർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിംസും ഒരുപാട് പിന്നെ ക്ലാസിക് ഫിലിംസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം, നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അതിപ്പോൾ ഒരു ചെറിയ സിനിമയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ആവട്ടെ, അല്ലെങ്കിൽ ഡോക്യുമെൻ്ററീസോ ആൽബോ എന്തായിക്കോട്ടെ, ഇതിൻ്റെ അവസാനം നമ്മൾ ഔട്ട് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നമ്മളിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ശരിയല്ലേ? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അതായത് നമ്മൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷമോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ ഒന്നും ഇതിൻ്റെ അവസാനമാകുമ്പോൾ ആർക്കും ഇതിൻ്റെ ഉള്ളിൽ ആർക്കും ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ ഈഗോസോ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ എന്തെങ്കിലും ഷോർട്ടേജൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സ്മൂത്തായിട്ട് ഒഴിവാക്കി നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ ഔട്ട് കൊടുക്കുമ്പോൾ ഹാപ്പി ആയിട്ട് പിരിയാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സ്പെഷ്യലാണെന്നുള്ളത്. ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ചില ടിപ്സുകളുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന കുറച്ച് രീതികളാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു വർക്കിനെ പറ്റി നല്ലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയെടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് വരുന്ന ഏകദേശ ചെലവ് മനസ്സിലാക്കിയെടുക്കുകയാണ്. ഒരു സ്ക്രിപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം അതിൻ്റെ എത്രത്തോളം സ്ട്രഗിൾ ഉണ്ട് അത് ഷൂട്ട് ചെയ്തെടുക്കാനും. അത് പിന്നെ അതിന് ശേഷമുള്ള എഡിറ്റിംഗ് വർക്കുകളും, ഇനി ക്ലയൻറ്റിന് ഏത് രീതിയിലുള്ള വർക്കുകളാണ് ആവശ്യം, അതനുസരിച്ച് ഈ കോൺസെപ്റ്റിനെ മാറ്റാൻ സാധിക്കുമോ, ഷെഡ്യൂൾസ് ഇവർ പറയുന്ന ഫണ്ട് അനുസരിച്ച് നമുക്ക് എന്താ പറയുക ഷൂട്ട് ചെയ്ത് കഴിക്കാൻ സാധിക്കുമോ, ഇവരുടെ ക്ലയൻറ്റിൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് എത്രയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് കൊണ്ട് ഒതുങ്ങുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണമെന്ന് നമ്മൾ ക്ലയൻറ്റിനോട് പറയേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വർക്ക് കൺഫേം ചെയ്യാനായിട്ട് ഉപകാരപ്പെടും. മൂന്നാമത്തെ കാര്യം എഗ്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വലിയ വലിയ വർക്കുകൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയങ്ങളിൽ മസ്റ്റായിട്ടും എഗ്രിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഓരോ സെക്ഷനുകൾക്കും ഓരോ രീതിയിലാണ് എഗ്രിമെൻ്റ് ഉള്ളത്. അത് ഓർമ്മിക്കുക. ആ രീതിയിൽ ഒരു എഗ്രിമെൻ്റ് എപ്പോഴും തയ്യാറാക്കിയതിന് ശേഷം മാത്രം വർക്കിലേർപ്പെടുക. കാരണം പിന്നീട് ഈ വർക്ക് പൂർത്തീകരിക്കുന്ന ആ സമയം വരെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതേപോലെ ആ സമയത്ത് നമ്മൾ ചെയ്ത വർക്കുകൾക്ക് പ്രതിഫലം കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും പൂർണ്ണമായും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു എഗ്രിമെൻ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് ചെയ്യാതെ പല വർക്കുകളും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് രൂപ എനിക്ക് തിരിച്ച് കിട്ടാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എഗ്രിമെൻ്റ് ചെയ്യാതെ വലിയ വർക്കുകൾ ഒരിക്കലും എടുക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, ക്ലയൻറ്റായിട്ട് ഒരു നല്ല സൗഹൃദ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക ക്ലയൻറ്റുകളും അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തതും അല്ലെങ്കിൽ ഒരുപാട് അറിവുകളില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ പല സംശയങ്ങളുണ്ടായിരിക്കാം. ചിലത് വിഡിതരാണെങ്കിലും നമ്മളോട് ചോദിക്കാൻ അവർ മടിക്കും. അതൊരു തെറ്റിദ്ധാരണയായിട്ട് മനസ്സിലെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ചില ക്ലയൻസ് വിചാരിക്കും നമ്മൾ വളരെ കുറച്ചാണ് വർക്ക് ചെയ്തിട്ടുള്ളൂ, എന്തുകൊണ്ട് ഇത്ര വലിയ പേയ്മെൻറ്റ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഇത് വളരെ സിമ്പിളാണല്ലോ, ഇതിനാണോ ഇത്രത്തോളം പേയ്മെൻറ്റ് വാങ്ങുന്നത്.
അപ്പോൾ ഇത്രയും ഒരുപാട് സംശയങ്ങൾ പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലായിട്ട് ചെയ്യാറുള്ളത്, ഒരു വർക്കിൽ ഏർപ്പെടുന്ന സമയത്ത് ഷൂട്ടിങ്ങിന് തൊട്ട് മുന്നേ തന്നെ ഇതിൻ്റെ മെയിൻ ആൾക്കാരെ വിളിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. അവരോട് എല്ലാവരോടും പറയാറുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങളുടെ ഒപ്പമുള്ള ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പിൻവാതിലൂടെ മറ്റുള്ളവരോട് സംസാരിക്കാതെ നേരിട്ട് എന്നോട് തന്നെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇതിലൊരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്നോട് നേരിട്ട് എന്ത് പ്രശ്നങ്ങളും എന്നെ പറ്റിയുള്ള എന്ത് തെറ്റുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അവരെല്ലാവരും കുറച്ച് ഫ്രീ ആയിരിക്കും. കാരണം ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പിരിമുറുക്കമാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുക. കാരണം ഒരു വലിയൊരു വർക്കാണ്, എങ്ങനെ പോവും. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. ഒരു പുതിയ ഡയറക്ടറിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പുതിയ സ്ക്രിപ്റ്റ് എല്ലാവർക്കും, നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവർക്കും പുതിയ ആൾക്കാരാണെങ്കിൽ കോൺഫിഡൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ സൗഹൃദപരമായിട്ട് ഇങ്ങനെ നിലപാടുകൾ എടുക്കുമ്പോൾ അവർക്ക് ഒരു ഫ്രീഡം അനുഭവിക്കും. അവർ എന്ത് വേണമെങ്കിലും തുറന്നു പറയാനായിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വർക്ക് കഴിയുന്നവരെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം 99% വർക്കുകളിലും ഈ ജാടയാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. എല്ലാവരും, ക്യാമറാമാന് ജാട, ഡയറക്ടറിന് ജാട, അതേപോലെ തന്നെ എഡിറ്റർക്ക് ജാട, അല്ലെങ്കിൽ ലൈറ്റിംഗ് ബോയ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജാടകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തുറന്ന് ഒരു ഈഗോ ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. 5ാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ സീനുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കുറച്ച് സമയം കൂടുതലിട്ട് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്തും നമുക്കറിയാം, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ 6 മണിക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ 8 മണി കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് തുടങ്ങാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. കാരണം പല ആൾക്കാരും വൈകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലർ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡേയിലും ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഓരോ സീനിന് മുന്നിലോ പിന്നിലോ ഒരു അരമണിക്കൂർ കൂട്ടിയിടുക, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂട്ടിയിടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ടോട്ടൽ എത്ര ഡേയ്സ് ഷൂട്ട് ചെയ്യാം എന്ന് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഒരു 2 ദിവസം ഷെഡ്യൂളിൽ കൂട്ടിയിടേണ്ട സാഹചര്യമുണ്ട്. കാരണം നമുക്ക് എക്സാക്ട്ലി എത്ര ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ബേസിക്കലി ഇല്ല. കാരണം സിനിമയാണ്, പല ഇഷ്യൂസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ പല പ്രോപ്പർട്ടികളും നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ആക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ പ്രോപ്പർട്ടി അവൈലബിലിറ്റി, കാലാവസ്ഥ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഷൂട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഓരോ സീനിനും അപ്പുറവും ഇപ്പുറവും കുറച്ച് സമയം കൂട്ടിയിടാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഡേയ്സിൽ ഒരു 2 ദിവസം കൂട്ടിയിടാനായിട്ട് ശ്രമിക്കുക. ഇത് ഷോർട്ട് ഫിലിമിൻ്റെ കാര്യമാണ് പറയണത്. സിനിമയുടെ കാര്യം വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ച് ഡേയ്സ് തന്നെ കൂട്ടിയിടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പിന്നെ ലാസ്റ്റും ഫൈനലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ട് നമ്മൾ ഘട്ടമായിട്ട് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരൊറ്റ എമൗണ്ട് ആയിട്ട് വാങ്ങാൻ ശ്രമിച്ചാൽ ക്ലയൻറ്റിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇത്ര ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ ക്യാമറയുടെ റെൻറ്റ്, അതേപോലെ തന്നെ ലൈറ്റിംഗ് ബോയ്സിൻ്റെ റെൻറ്റ്, അതേപോലെ തന്നെ ഓരോരുത്തരുടെയും റെൻറ്റ് ഈച്ച് ഡേ ആയിട്ട് എല്ലാ ദിവസവും വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇത് അവസാനമാകുമ്പോഴേക്കും ക്ലയൻറ്റിന് അത് വലിയൊരു തലവേദനയായിട്ട് മാറുകയും അത് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരികയും ചെയ്യും. ഏത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ മാക്സിമം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.